here, the teachers, parents, our esteemed guests, and the class of 2024. I welcome you all for the graduation ceremony of our Lollipops Preschool. And today, I'd like to request our coordinator, Khadija Shanwas, and the graduates of 2024 to welcome our esteemed guest of honor, Ms. Amina Nisar, and present her with flowers. Our guest of honor, Ms. Amina, to say a few words. Good morning, respected Center Head of Lollipop Preschool and Teacher Training Center, my dear teachers and my dear parents. I'm really honored and privileged to be part of this great occasion. ഞാൻ ആദ്യം ഷെഹി മാം എന്നെ ഒരു ഒക്കേഷന് വിളിച്ചപ്പോൾ I was really excited because I have already met the gatherings of students and students' parents. So it's not a new thing, but to face the teacher society, I was really honored. എനിക്കതൊരു ഭയങ്കര അഭിമാനമായിട്ട് തോന്നി because it's not a simple thing. So I would like to thank Ms. Shaheen Salam for inviting me for this great function, and I also appreciate her because she also started the career like me, being a teacher, and then she started the preschool and then training centers for these teachers. So she is not only molding the students, but also she is molding the teachers. So it's not a simple task. I really congratulate Ms. Shaheen for this. And എനിക്ക് ശരിക്കും ഇവിടെ നിന്ന് നിങ്ങളെയൊക്കെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ബിക്കോസ് ഈച്ച് വൺ ഓഫ് യു ഡിസേർവ് ഇറ്റ്. നിങ്ങളുടെ ഒരു വർഷത്തെ ഹാർഡ് വർക്ക്, റൈറ്റ്? ബിക്കോസ് യു ഓൾ ആർ ഫാമിലി മെമ്പേഴ്സ്. നിങ്ങൾക്കറിയാം വീട്ടിൽ കുറേ കാര്യങ്ങൾ കാണും, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറേ മോണ്ടിസോറിയുടെ വർക്ക്സ്, എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്ത് കുട്ടികളെയും നോക്കി ഭയങ്കര മൾട്ടി ടാസ്ക് ആണല്ലേ. അപ്പം നിങ്ങൾക്ക് കൂടെ ഒരു നല്ലൊരു ക്ലാപ്പ് ചെയ്യായിരുന്നു. യു ഓൾ ഡിസേർവ് ദാറ്റ്, റൈറ്റ്? അത് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന യുവർ ഫാമിലി മെമ്പേഴ്സ്. സോ ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് ആൻഡ് ഐ വെൽക്കം ഓൾ ടു ദിസ് ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്നത്തെ എനിക്ക് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാനിപ്പം റീസെൻ്റായിട്ട് കണ്ടത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. ഒന്നുമല്ല, ഐ തിങ്ക് നിങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ ടീച്ചർ സൊസൈറ്റി എന്ന് പറയുന്നത് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഇറ്റ്സ് എ പ്രിവിലേജ് ടു ബി എ ടീച്ചർ, അല്ലേ? നമുക്കൊക്കെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ നിന്നാണ് ബാക്കി എല്ലാ പ്രൊഫഷനും ആകുന്നത്, അല്ലേ? അപ്പോൾ റീസെൻ്റ്ലി ഐ ഫൗണ്ട് വൺ വീഡിയോ. ഐ തിങ്ക് യു ഓൾസോ മസ്റ്റ് ഹാവ് സീൻ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു റോഡ് സൈഡിൽ ഒരു ലേഡിയെ കണ്ടെത്തി. കുറച്ച് എന്താ പറയുക, ഭയങ്കര അങ്ങനത്തെ ഒരു വല്ലാത്ത കണ്ടീഷനിലാണ് അവരെ കണ്ടെത്തിയത്. അത് നോക്കിയപ്പോഴത്തേക്കും 2-3 ലേഡീസ് ഇവർ തന്നെ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യുമായിരുന്നു. എവിടെയോ കണ്ടു മറന്ന് മുഖപരിചയം എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം കുറേ നേരം നോക്കുമായിരുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല ആരാണെന്ന്. അപ്പോൾ കുറച്ചും കൂടെ കീനായിട്ട് നോക്കിയപ്പോൾ അവരെ പണ്ട് പഠിപ്പിച്ച ഒരു മാത്സ് അധ്യാപികയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഷോക്കായി പോകില്ലേ? എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക ഈ ഒരു നിലയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് മനസ്സിന് വളരെയേറെ സങ്കടകരമായ ഒരു കാര്യമാണ്. അന്നേരം അവരെല്ലാവരും ഉടനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കൂടി അവർക്ക് ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യം മാത്രമല്ല ഒപ്പിച്ചു കൊടുത്തത്, അവർക്ക് ജീവിതകാലം മൊത്തം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്
മനസ്സിലാവുന്നത് എന്താ, നമ്മൾ സാധാരണ സ്കൂളുകളിലെ കുട്ടികളാകുമ്പോൾ പറയും യുവർ ടീച്ചേഴ്സ് ആർ യുവർ സെക്കൻഡ് മദർ. നോ, സെക്കൻഡ് മദർ അല്ല നിങ്ങളെല്ലാം ഫസ്റ്റ് മദർ തന്നെയാണ്. സി ദ ലവ്, ദ അഫെക്ഷൻ. നമ്മുടെ കുട്ടികൾ വീടുകളിൽ നിന്ന് ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് മുതൽ വൈകിട്ട് 5:30 മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലേ, കുറേ മണിക്കൂർ നമ്മുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീടുകളിൽ അവർ ശരിക്കും കുറച്ച് സമയകാലം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അവർക്ക് നമ്മളാണ് എല്ലാം. അപ്പം ഈ ഒരു ലവ്, അഫെക്ഷൻ, കെയറിങ് വീട്ടിൽ പോയി എൻ്റെ ടീച്ചറായിട്ട് അനുകരിക്കുക. നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് തന്നെ വീടുകളിൽ പോയി പറയും എൻ്റെ ടീച്ചറാണ് സൂപ്പർ, അല്ലെങ്കിൽ എൻ്റെ ടീച്ചറിനെ പോലെ ഒരുങ്ങാനാണ്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചറിനെ പോലെ ആകാനാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ ശരിക്കും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ, ഈ ലോകത്ത് ടീച്ചർ പ്രൊഫഷനെ വെല്ലാൻ വേറെ ഒരു പ്രൊഫഷനും ഇല്ല. യെസ്, എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും നേഷൻ ബിൽഡേഴ്സാണ്. നമ്മുടെ സൊസൈറ്റിയാണ് വാർത്തെടുക്കുന്നത്. അത് വെറും ഒരു നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഈ ടീച്ചറിനെ ഞാൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ്, ഈ ടീച്ചേഴ്സിനെ കണ്ട് അധ്യാപികയെ കൊണ്ടുപോയ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നിയത്. ഇവരുടെ ഈ മാതാവിനെ പുറത്താക്കിയ മക്കളുണ്ടല്ലോ, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കില്ലേ? അപ്പോൾ എന്താ ഒരു വ്യത്യാസം? ഈ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ സ്നേഹിക്കുന്നു, അപ്പം ആ മാതാവിനെ പുറത്താക്കിയ ഈ കുട്ടികൾക്ക് പഠിത്തം കിട്ടിയില്ലേ? അവിടെ എന്താ മോറൽ വാല്യൂസ് കിട്ടാനേ? അതാണ് മൈ ഡിയർ ടീച്ചേഴ്സ്, ബി വെരി ക്ലിയർ. നമ്മൾ ഓരോരുത്തർക്കും വാല്യൂസ് ആണ് പഠിപ്പിക്കേണ്ടത്. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ABCDയും നമ്പേഴ്സും ഒക്കെ പഠിപ്പിക്കാൻ അവർക്ക് യൂട്യൂബിൽ കണ്ടാലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ? പറ്റില്ലേ? യെസ്, യെസ് ഓർ നോ? യെസ്. അപ്പൊ നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? മോറൽ വാല്യൂസ്, ഇമോഷണൽ ഫീലിങ്സ്. ഒരു നല്ല ഹ്യൂമൻ ബീങ് ആവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ നാടിന് വേണ്ടിയിട്ട് എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്താഗതിയുള്ള കുട്ടികളെയാണ് നമ്മളെല്ലാം വാർത്തെടുക്കേണ്ടത്. അല്ലാതെ 1 2 3 ABCD ആരും വിചാരിച്ചാൽ പഠിപ്പിക്കാൻ പറ്റും, ആ കുഞ്ഞും തന്നെ പഠിക്കും. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർക്കുള്ള ബിഹേവിയർ ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്ന വാല്യൂസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ I really congratulate in this great day that each one of you, എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. And again I tell you, behind every person, exceptional person, there is a exceptional teacher. ഇന്നത്തെ ദിവസം ഇപ്പോൾ മാം പറഞ്ഞ പോലെ കുറേ പേര് ഓൾറെഡി പ്ലേസ്മെന്റ് ആയി, കുറച്ച് പേർക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഓരോ സ്ഥലത്ത് നിങ്ങൾ കയറണം. ഡെഫിനറ്റ്ലി നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ നിങ്ങൾ പഠിച്ച ഒരു മോണ്ടിസോറി ട്രെയിനിങ് എന്ന് വെച്ചാൽ മറിയ മോണ്ടിസോറി, അവരുടെ ലൈഫ് തന്നെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഇൻസ്പിറേഷനാണ് അല്ലേ? നിങ്ങളെല്ലാം വായിച്ചിട്ടില്ലേ മറിയ മോണ്ടിസോറി എന്തായിരുന്നു, എവിടെ നിന്ന് എങ്ങ് വരെ വന്നു എന്ന് വെച്ചാൽ ഷീ വാസ് എ പ്രീ പ്രൈമറി ടീച്ചറിന്റെ മോളായിരുന്നു. അപ്പം ആ പ്രീ പ്രൈമറി ടീച്ചറിന് ആകാൻ പറ്റാത്തത് അവരെ കുട്ടിയെ കൊണ്ട് ആക്കിയെടുക്കും. പക്ഷേ മറിയ മോണ്ടിസോറി വാസ് ബോൺ ഇൻ ഇറ്റലി ആൻഡ് ഷീ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. ആ സമയത്ത് ഈ സ്ത്രീകൾക്ക് ഡോക്ടർ ആവുന്നതെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഇറ്റ് വാസ് വെരി കോമ്പറ്റേറ്റീവ്. അപ്പോൾ ഷീ സെഡ് നോ, ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. ആൻഡ് ഷീ ബിക്കേം എ ഡോക്ടർ ഓൾസോ. She was Dr. Maria Montessori and she served people. When she was serving people, she noticed that the students, children were not well mannered. Behavior കാണാൻ പറ്റിയില്ല. ഹോസ്പിറ്റൽസിലൊക്കെ നോക്കുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. ഒരു സ്ട്രക്ചർ ഇല്ല, ഒരു ബിഹേവിയറൽ എന്ന് പറയുന്നത് ഇതൊന്നും കാണുന്നില്ല. ആഹാരം കഴിക്കുന്നതാണെങ്കിലും അവരുടെ ഡെയിലി ലൈഫ് റുട്ടീനിലാണെങ്കിലും. സോ she said that okay, I have to mold them. That's the way she started. She did not concentrate on the studies. ഞാൻ അവരെ പഠിപ്പിക്കാൻ പോവുക എന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അവരെ ബിഹേവിയർ നന്നാക്കി എടുക്കണം, അല്ലെങ്കിൽ അവരൊരു നല്ലൊരു പേഴ്സൺ ആക്കി എടുക്കണം എന്നുള്ള ഒരു എയിമിലായിരുന്നു മറിയ മോണ്ടിസോറി തുടങ്ങി. ആൻഡ് ഷീ വാസ് സക്സസ്ഫുൾ. ഇന്ന് ഈ വേദിയിൽ ഞാൻ ഡോക്ടർ മറിയ മോണ്ടിസോറിയെ കുറിച്ച് പറയണമെങ്കിൽ അവർ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ആണ് ഈ വേൾഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഒരു മറിയ മോണ്ടിസോറി അല്ലെങ്കിലും യു ഷുഡ് ഹാവ് യുവർ ഓൺ പേഴ്സണാലിറ്റി.
ബാക്കി എല്ലാവരെയും ഇൻസ്പിറേഷൻ നോക്കാതെ നിങ്ങളിലുള്ള വാല്യൂസ് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. നിങ്ങൾക്ക് എല്ലാവർക്കും കാലിബർ ഉണ്ട്. സോ യു ഹാവ് ടു ബി പ്ലേസ്ഡ് സംവെയർ. ബീയിങ് എ ടീച്ചർ ഇസ് നോട്ട് എ ബിഗ് ടാസ്ക്. ഇപ്പോൾ മോണ്ടിസോറി ചെയ്യുന്ന നമ്മൾ ഒരു വർഷത്തിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കുക, ടീച്ചർ ആവുക, ദാറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? ബട്ട് ബീയിങ് എ ഗുഡ് ഇൻസ്പിറേഷണൽ ടീച്ചർ, അതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളത്. സോ thank you so much, Shaheen, for giving me this opportunity once again. I extend my wholehearted gratitude, and once again I wish all the teachers all the very best, and may God bless you that you become a blessed teacher in this society. Thank you so much. Thank you. Inspirational speech. Hope all the teachers would take into consideration and work towards being a great teacher. So now we start off with our graduation ceremony.